നമസ്കാരം. യു.ഡി.എഫ് ഗവൺമെന്റിന്റെ ആദ്യ ക്യാബിനറ്റ് ഡിസിഷൻ സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായിട്ടുള്ള യാത്ര. കേൾക്കുമ്പോൾ നല്ലൊരു പദ്ധതിയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. കാരണം ദിവസവും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും ഇത് വലിയൊരു സഹായമാകും. പലർക്കും 1500 മുതൽ 2500 രൂപ വരെ ഒരു മാസത്തിൽ യാത്രാ ചെലവിൽ ലാഭം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യാത്ര ഫ്രീ ആവുന്നുണ്ട്, പക്ഷേ യാത്രയുടെ ചെലവുകൾ ഡിസപ്പിയർ ആകുന്നില്ല. ആരായിരിക്കും ആ പണം കൊടുക്കേണ്ടി വരുന്നത്? കെ.എസ്.ആർ.ടി.സി ആണോ, ഗവൺമെന്റ് ആണോ, അതെയോ സാധാ ടാക്സ് പേയേഴ്സ് ആണോ? ചോദ്യം വളരെ സിമ്പിളാണ്. ജൂൺ 15 മുതലുള്ള ഈ സ്കീം സ്ത്രീകൾക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ കെ.എസ്.ആർ.ടി.സിക്കും കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിത് നോക്കുന്നത്. നമ്മൾ പലപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ വളരെ നിസ്സാരമായി മാറ്റി നിർത്തും. പക്ഷേ ദിവസവും ജോലിക്ക് പോകുന്നവർക്ക് മാസം 1500 മുതൽ 2500 രൂപ വരെയാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നത്. ഒരു വർഷം മുഴുവനുള്ള ചിലവ് നോക്കുമ്പോൾ ഇത് 10,000ങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് കർണാടക, തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ മോഡൽ ഓൾറെഡി പരീക്ഷിച്ചിരിക്കുന്നത്. ഐഡിയ വളരെ സിമ്പിളാണ്. യാത്രാ ചെലവ് കുറയ്ക്കുക, സ്ത്രീകൾക്ക് ജോലിക്കും പഠനത്തിനും പോവുക എന്നുള്ളത് എളുപ്പമാക്കുക, അതിലൂടെ കുടുംബ ചെലവ് കുറയ്ക്കുക. ഈ ആംഗിളിൽ നോക്കുമ്പോൾ ഈ സ്കീമിന് ഒരു സ്ട്രോങ് സോഷ്യൽ പർപ്പസ് ഉണ്ട്. പക്ഷേ സോഷ്യൽ പർപ്പസ് മാത്രം പോരാ, എക്സിക്യൂഷനാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കെ.എസ്.ആർ.ടി.സി എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരുന്നത് സാലറി ഡിലേ, പെൻഷൻ ഡിലേ, നഷ്ടങ്ങൾ, കടങ്ങൾ എന്നിവയാണ്. ഇത് കംപ്ലീറ്റ്ലി തെറ്റല്ല. കെ.എസ്.ആർ.ടി.സി വർഷങ്ങളായി വലിയ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് നേരിട്ടിട്ടുണ്ട്. ഇന്നും കെ.എസ്.ആർ.ടി.സിക്ക് 17,000 കോടി രൂപയിൽ കൂടുതൽ അക്യുമുലേറ്റഡ് ഡെപ്റ്റ് ഉണ്ട്. പക്ഷേ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല. ഈ അടുത്ത വർഷങ്ങളായി പല പോസിറ്റീവ് സിഗ്നൽസും നമ്മൾ കണ്ടിട്ടുണ്ട്. പാസഞ്ചേഴ്സിന്റെ നമ്പർ കൂടി, റവന്യൂ കൂടി, റെക്കോർഡ് കളക്ഷൻ ഉണ്ടായ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് കെ.എസ്.ആർ.ടി.സി ഒരു പെർഫെക്റ്റ് കമ്പനിയല്ല, പക്ഷേ റിക്കവറിക്ക് ശ്രമിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ റിക്കവറി ജേർണിയുടെ നടുവിലേക്കാണ് ജൂൺ 15 ഈ പ്രപ്പോസ്ഡ് സ്കീം വരുന്നത്. അത് തന്നെയാണ് ഈ ഡിസ്കഷനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് 2 ബസ്സുകൾ വരുന്നു. ഒന്നിൽ ടിക്കറ്റ് എടുക്കണം, മറ്റൊന്നിൽ ഫ്രീ ആണ് യാത്ര. നാച്ചുറലായി ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 15 ശേഷം വലിയൊരു വിഭാഗം സ്ത്രീകൾ കെ.എസ്.ആർ.ടി.സിയിലേക്ക് യാത്ര മാറ്റാൻ സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഈ സ്കീമിന്റെ ലക്ഷ്യം. പക്ഷേ ഇതോടൊപ്പം ഒരു വലിയ ചാലഞ്ച് ഉണ്ട്. കെ.എസ്.ആർ.ടി.സി ഇന്ന് 20 ലക്ഷത്തോളം ഡെയിലി യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ഇതിൽ കൂടുതൽ പാസഞ്ചേഴ്സ് വന്നാൽ കെ.എസ്.ആർ.ടി.സിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അതായത് പീക്ക് ടൈം ക്രൗഡ്, ബസ് അവൈലബിലിറ്റി, ഇതിന്റെ എല്ലാം മെയിൻ്റനൻസ്, ഇതുപോലെയുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും ഈ സ്കീമിനെ സക്സസ്ഫുള്ളോ ഫെയിലിയറോ ആക്കുന്നത്. ഇതുകൂടാതെ ഈ സ്കീമിനെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത് വുമൺ പാസഞ്ചേഴ്സ് മാത്രമല്ല, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കൂടിയാണ്. അവരുടെ കൺസേൺ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു റൂട്ടിൽ സഞ്ചരിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകളും കെ.എസ്.ആർ.ടി.സിയിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ റവന്യൂവിനെ വലിയ രീതിയിൽ ബാധിക്കും. റവന്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഓണേഴ്സിനെയും അതിലെ ജീവനക്കാരെയും അവരുടെ കുടുംബത്തെയും അത് വലിയ രീതിയിൽ ബാധിക്കും. കേരളത്തിൽ ഇപ്പോൾ തന്നെ പ്രൈവറ്റ് ബസ് സെക്ടർ വലിയ സമ്മർദ്ദത്തിലാണ്. ഫ്യൂവൽ കോസ്റ്റ് കൂടുന്നു, മെയിൻ്റനൻസ് കൂടുന്നു. അതിനൊപ്പം റവന്യൂ കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇക്കോണമിക്കലി വയബിൾ അല്ലാതെയാകും. അതുകൊണ്ട് തന്നെയാണ് പ്രൈവറ്റ് ബസ് അസോസിയേഷൻ ഈ സ്കീമിനെതിരെ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നത്. ഇത് പൊളിറ്റിക്സ് അല്ല, ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമുക്ക് പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷേ സൊല്യൂഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലും പബ്ലിക് ഡിസ്കഷൻ ഫോറത്തിലും പൊതുവായി ഉയർന്നു വരുന്ന കുറച്ച് സജഷൻസ് ഒക്കെ ഇത് കേരളത്തിൽ പ്രാക്ടിക്കൽ ആണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സൊല്യൂഷൻ ഗവൺമെന്റ് റീഇൻവെസ്റ്റ്മെന്റ്. കർണാടകയിലും തെലങ്കാനയിലും അവർ പ്രധാനമായിട്ട് ഉപയോഗിച്ച മോഡൽ ഇതാണ്. യാത്ര ഫ്രീ ആയിരിക്കാം, പക്ഷേ അതിന്റെ ബേർഡൻ കെ.എസ്.ആർ.ടി.സിയിൽ വരില്ല. ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആയിട്ട് അത് റീഇംബേഴ്സ് ചെയ്ത് നൽകും. ഇനി രണ്ടാമത്തെ കാര്യം റവന്യൂ ഡൈവേഴ്സിഫിക്കേഷൻ. കെ.എസ്.ആർ.ടി.സി ഒരു ബസ് സർവീസ് മാത്രമല്ല, കേരളം മുഴുവൻ ഓടുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ്. അഡ്വർടൈസിംഗ്, കൊമേഴ്ഷ്യൽ സ്പേസ് റെന്റൽ, ഡിജിറ്റൽ ആഡ് ഡിസ്പ്ലേസ് തുടങ്ങിയിട്ടുള്ള അധിക റവന്യൂ സോഴ്സസിലൂടെ മുമ്പ് സംസാരിച്ച റീഇംബേഴ്സ്മെന്റിനുള്ള ഫണ്ട് കണ്ടെത്താൻ സാധിക്കും. മൂന്നാമത്തെ സൊല്യൂഷൻ പ്രീമിയം സർവീസുകൾ കൂട്ടുക എന്നുള്ളതാണ്. ഫ്രീ സ്കീമുകൾ ഓർഡിനറി ബസ്സുകൾക്ക് മാത്രം നൽകി കൂടുതൽ പ്രീമിയം സർവീസുകൾ, ലോങ് ഡിസ്റ്റൻസ് സർവീസുകളും വഴി കൂടുതൽ റവന്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം പ്രൈവറ്റ് ബസ്സുകളുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യാനായിട്ട് മുമ്പ് പറഞ്ഞ റീഇംബേഴ്സ്മെന്റ് മോഡൽ പ്രൈവറ്റ് ബസ്സുകളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കും വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. നമുക്ക് കൂടുതൽ സൊല്യൂഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്കീം ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത 2 സംസ്ഥാനങ്ങളെ പറ്റി നോക്കാം. കർണാടകയും തെലങ്കാനയും. അവിടെ മില്യൺസ് ഓഫ് പാസഞ്ചേഴ്സ് ആണ് ഈ സ്കീം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സ്കീമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. പക്ഷേ കേരളത്തിന്റെ ചാലഞ്ചസ് വളരെ ഡിഫറൻ്റ് ആണ്. കെ.എസ്.ആർ.ടി.സിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, സ്റ്റേറ്റിന്റെ ഫൈനാൻസസ്, പ്രൈവറ്റ് ബസ് ഇക്കോസിസ്റ്റം പോലുള്ള ഘടകങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വർഷത്തിന് ശേഷം ഈ സ്കീം വലിയ വിജയമായിരുന്നു എന്ന് പറയണമെങ്കിൽ 3 ഫാക്ടർ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.
ഒന്നാമത്തത്, സ്ത്രീകൾക്ക് വലിയ രീതിയിൽ ഈ സ്കീം ഉപയോഗപ്രദമാകണം. 2, KSRTC വലിയ ഫിനാൻഷ്യൽ ബർഡനിലേക്ക് പോകാതിരിക്കണം. മൂന്നാമതായി, പ്രൈവറ്റ് ബസ് ഇക്കോണമിയെ ഇത് വലിയ രീതിയിൽ ബാധിക്കരുത്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലെ ഒരു വലിയ റിഫോമായി നമുക്കിതിനെ കാണാൻ കഴിയും. അതുകൊണ്ട് ജൂൺ 15 ലോഞ്ച് ഡേറ്റ് മാത്രമാണ്. ശരിക്കുള്ള ഇവാലുവേഷൻ അതിനുശേഷമാണ് തുടങ്ങുന്നത്. പേഴ്സണലി ഞാൻ ഈ സ്കീം വിജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത് കേരളത്തിന് വലിയ ഗുണമുണ്ടാകും. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയില്ല. പ്ലാനിങ്ങും നല്ല എക്സിക്യൂഷനും ഫണ്ടിങ്ങും വേണം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സ്കീം കേരളത്തിൽ വർക്ക് ചെയ്യുമെന്നാണോ അതെയോ കൂടുതൽ ചാലഞ്ചിങ് ആയിരിക്കുമെന്നാണോ? അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം.